ഒരാളുണ്ട്. അതുകൊണ്ട് ഞാൻ രണ്ടു വാർത്തയിലും വേണ്ട 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 മലയാളത്തിൽ മതി. നമ്മുടെ മധുസൂദന് ഇപ്പം മലയാളം അറിയാമല്ലേ? അവിടെ വെളിയിൽ വെയിൽ കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇങ്ങോട്ട് അകത്തോട്ട് വന്നാൽ ഇരിക്കാതെ വെയിലില്ലാതെ ആ കസേരയോടെ എടുത്തുകൊണ്ട് പോന്നാൽ മതി. നാരായണ ഗുരുവിൻ്റെ ദർശനമാല ആണ് ഈ പഠന പരമ്പരയിൽ വിഷയമായി എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസത്തിലെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഈ കൃതി വേദാന്ത കൃതിയാണ്. പക്ഷേ വേദാന്തം പഠിക്കാൻ തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ള കൃതിയല്ല. ഈ കൃതി പഠിച്ച് വേദാന്തത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പ്രയാസമാണ്. അതേസമയം വേദാന്തം പഠിച്ചിട്ടുള്ളവർക്ക്, വേദാന്തം അറിയാവുന്നവർക്ക് വളരെ മറ്റൊരു രീതിയിൽ വേദാന്തം മനസ്സിലാക്കാനും ആസ്വദിക്കാനും ഉപകരിക്കുന്ന ഒരു കൃതിയാണ്. അതുകൊണ്ട് വേദാന്തത്തിൻ്റെ അന്തസാരം അറിഞ്ഞിരിക്കണം ഇതിലേക്ക് പ്രവേശിക്കുവാൻ. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വേദാന്തത്തിൻ്റെ സാരമെന്ത് എന്ന് മനസ്സിലാക്കാനായി നാരായണ ഗുരുവിൻ്റെ ബ്രഹ്മവിദ്യ പഞ്ചകം ഇവിടെ പഠനത്തിനെടുത്തത്. അതിലെ 4 ആദ്യത്തെ ശ്ലോകങ്ങൾ വിട്ടു. അത് ശിഷ്യൻ്റെ യോഗ്യതയും ഗുരുവിനെ സമീപിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഗുരുവിനോട് പാരസ്പര്യം വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും, പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് എന്ത് ചോദ്യമാണ് ഗുരുവിനോട് ചോദിക്കേണ്ടത് എന്ന് വരെ 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഇത് ഔപചാരികമായി ഈ ചോദ്യം ചോദിക്കണം എന്നൊന്നുമില്ല. ഏത് ഗുരുവിൻ്റെ അടുത്ത് ചെന്നാലും ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമേ ആ ഗുരുവിൽ നിന്നും പ്രതീക്ഷിക്കാനുള്ളൂ എന്ന് തന്നെയല്ല ഇന്ന് വരെ ലോകത്തിലുണ്ടായിട്ടുള്ള തത്വചിന്തയിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന എല്ലാ തത്വചിന്തയിലും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഈ 2 ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം എന്ന നിലയിലാണ്. എന്താണ് ആ ചോദ്യങ്ങൾ? കോഹം കുത്തോ ജഗതിരി, ഞാനാര്, ഈ ലോകം എവിടെ നിന്നുണ്ടായി? ഈ 2 ചോദ്യങ്ങൾ. അതാണ് 1-ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചത്. ഇത്രയും 1-ാമത്തെ ശ്ലോകത്തിൽ അകത്ത് ഉൾപ്പെടുത്തിയതായിരുന്നു ഗുരു. പിന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അടുത്ത ശ്ലോകം മുതൽ തുടങ്ങുന്നു. ആരംഭത്തിൽ തന്നെ ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിന് ത്വം ഹി ബ്രഹ്മ എന്ന ഉത്തരം നേരിട്ട് തന്നെ
നൽകുന്നു. വേറൊന്നും പറയാനില്ല. പിന്നെ ആ ഞാൻ എന്നുള്ളതിനെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് 3, 4, 5 ശ്ലോകങ്ങളായിട്ട് പറയുന്നു. അതെല്ലാം വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അങ്ങനെ വേദാന്തത്തിൻ്റെ അടിസ്ഥാനപരമായ ദാർശനിക സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞവർക്ക് ദർശനമാല ആസ്വദിക്കുവാൻ വളരെ എളുപ്പമാണ്. ഈ കൃതിയുടെ പേര് ദർശനമാല എന്നാണ്. എന്താണ് ഈ ദർശനം? മാല എല്ലാവർക്കും അറിയാം, കഴുത്തിലിടാൻ ഉപകരിക്കുന്ന ഒരാഭരണമാണ്. ദർശനങ്ങളുടേതായിട്ടുള്ള ഒരു മാല. ഈ പേര് കണ്ടിട്ട് സംസ്കൃതത്തിൽ മറ്റൊരു കൃതിയുണ്ട്, സർവദർശന സംഗ്രഹം, അല്ലേ? ആ ഓർമ്മ വച്ചിട്ട് പിന്നെ മലയാള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ എഴുതി വെച്ചത് ദർശനമാല ഒരു സാഹിത്യ കൃതിയായിട്ട് മനസ്സിലാക്കാമല്ലോ. ദർശനമാല ഇവിടെ ഉണ്ടായ ഈ ഭാരതീയമായ ദർശനങ്ങളുടെ ഒരു മാലയാണ്. സർവദർശന സംഗ്രഹത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത് ഭാരതീയ ദർശനങ്ങളുടെ സ്വഭാവമാണ്. അതിൻ്റെ ഒരു സമഗ്ര സ്വഭാവം നമുക്ക് ആ ഒരു കൃതിയിൽ നിന്നും തന്നെ നമുക്ക് കിട്ടും. അതുപോലെ ദർശനങ്ങളെ കോർത്തിണക്കി ഒരു മാലയാക്കിയിരിക്കുന്നതാണ് ദർശനമാല എന്ന് ഉള്ളൂർ പരമേശ്വരയ്യർ കേരള സാഹിത്യ ചരിത്രത്തിൽ, കേരള സാഹിത്യ ചരിത്രം, മലയാള സാഹിത്യ ചരിത്രം, നമ്മുടെ സുഗീതയിലെ കേരള സാഹിത്യ ചരിത്രം. ഏതായാലും അങ്ങനെയല്ല. വേദാന്തത്തിൻ്റെ അന്തിമമായ സിദ്ധാന്തം എന്താണ്? ഇത് തന്നെയാണ് ത്വം ഹി ബ്രഹ്മ എന്നത് തന്നെയാണ്. അതിൽ ത്വം എന്നുള്ളതിനെയും ബ്രഹ്മ എന്നുള്ളതിനെയും നമ്മൾ വളരെ തത്വപരമായിട്ട് തന്നെ മനസ്സിലാക്കണം എന്ന് മാത്രം. ത്വം, നീ എന്നത്, നീ, ഇപ്പോൾ ഞാൻ, ത്വം വെച്ചാൽ നീ എന്ന അർത്ഥം. ഞാൻ നീ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നയാൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഞാനെന്നാണ്. അപ്പോൾ ഞാൻ ആയിരിക്കുന്നത് എന്ത്? അത് ബ്രഹ്മസത്യം തന്നെയാണ്. അപ്പോൾ എന്നതിൻ്റെ വ്യാപകത, ആ ഞാനെന്നുള്ള വാക്കിന് ആത്മാവ് എന്നാണ് വേദാന്തത്തിൽ പറയുന്നത്. ആത്മാവെന്ത്? പിന്നെ ബ്രഹ്മമെന്ത്? അവസാനം പറയുന്നു ത്വം ഹി ബ്രഹ്മ. ഞാൻ എന്നതും ആത്മാവ് അല്ല, ബ്രഹ്മം എന്നതും പൊരുളിൽ രണ്ടല്ല. അങ്ങനെയുള്ള ഇതിനെയാണ് അദ്വൈതത എന്ന് മനസ്സിലാക്കേണ്ടത്. അദ്വൈതതയെ ഓരോ സന്ദർഭത്തിൽ ഓരോ തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്വൈതത എന്ന് പറയുമ്പോൾ ദ്വൈതം ഇല്ലാത്തത്, രണ്ടില്ലാത്തത്. ആ രണ്ടേത്? ആ രണ്ടിനെ നമ്മൾ എങ്ങനെ, ഏതെല്ലാം ആണ് ആ രണ്ട് എന്ന് അന്വേഷിക്കുമ്പോൾ പല പല സന്ദർഭങ്ങളിൽ നിന്നുകൊണ്ട് ആ രണ്ടിനെ കാണാം.
ഇപ്പോൾ ഏറ്റവും തത്വപരമായിട്ട് ഇവിടെ പറഞ്ഞു ഞാൻ എന്നും ബ്രഹ്മം എന്നും, പിന്നെ ആത്മാവ് എന്നും അനാത്മാവ് എന്നും. ഇങ്ങനെ എന്തു വേണമെങ്കിലും ജീവിതത്തിൽ നമുക്ക് അറിവിൻ്റെ ലോകം എത്ര വ്യാപിച്ച് കിടക്കുന്നു അവിടെയെല്ലാം ഈ രണ്ടിനെ കണ്ടെത്താൻ സാധിക്കും. ആ രണ്ടില്ലാത്തത് ഇപ്പോൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലോകം, ഞാൻ എന്നതിൻ്റെ സ്ഥാനത്ത് ലോകം എന്ന് എടുക്കാമല്ലോ. ഞാൻ ലോകത്തിൻ്റെ ഭാഗമാണ്. ലോകവും ബ്രഹ്മവും രണ്ടല്ല. എങ്ങനെ രണ്ടല്ല? ലോകത്തെയും ബ്രഹ്മത്തെയും എങ്ങനെ രണ്ടല്ലാതെ മനസ്സിലാക്കണം? ഒരാഭരണം എടുത്താൽ അതിൽ സത്യമായിരിക്കുന്നത് സ്വർണമാണ്. ആഭരണത്തെയും സ്വർണത്തെയും ഒന്ന് മാറ്റിവെക്കാൻ സാധിക്കുമോ? രണ്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാം. രണ്ടായിട്ട് മാറ്റി വയ്ക്കാൻ സാധിക്കുമോ? ഇല്ല. സ്വർണം തന്നെയാണ് ആഭരണം, ആഭരണം തന്നെയാണ് സ്വർണമായിട്ടിരിക്കുന്നത്. അപ്പോൾ ആഭരണവും സ്വർണവും തമ്മിലുള്ള അദ്വൈതത്തെ ഉണ്ടത്. ഒരിക്കലും അത് രണ്ടായിട്ട് ഇരിക്കില്ല. പക്ഷെ നമുക്ക് രണ്ടായിട്ട് ഭാവന ചെയ്യാൻ സാധിക്കും. അതേപോലെ ആഭരണത്തിൻ്റെ സ്ഥാനത്ത് ഈ ലോകത്തെയും സ്വർണത്തിൻ്റെ സ്ഥാനത്ത് ബ്രഹ്മത്തെയും കാണുകയാണെങ്കിൽ അത് ഇവ തമ്മിലുള്ള ഒരദ്വൈതതയുണ്ട്. രണ്ടായിട്ട് ഒരിക്കലും ഇരിക്കാത്ത തരത്തിലുള്ള ഒരവസ്ഥയുണ്ട്. ഇങ്ങനെ നമുക്ക് ചിന്തയുടെ ഏത് സന്ദർഭമെടുത്താലും അവിടെയെല്ലാം ദ്വൈതം കാണാം. ആ ദ്വൈതത്തെ ഇല്ലാതാക്കുന്നത് സ്ഥാനമില്ലാത്തതാണ് ഏത്? അദ്വൈതത. അദ്വൈതമായ ഒരു സത്യം അതിങ്ങനെ ഒരു മനോഹരമായ ഒരു ബിൽഡിംഗ് ആണെന്നിരിക്കട്ടെ, ഒരു കെട്ടിടമാണ്. നോർത്തർഡാം കത്തീഡ്രൽ. ആ കത്തീഡ്രൽ കത്തിപ്പോയല്ലേ? അല്ലേ? ഈ ഇടയ്ക്ക് കത്തിപ്പോയെന്ന് കിട്ടും. അതിമനോഹരമായ ഒരു കെട്ടിടമാണ് ആയിരുന്നു അത്. അതിൻ്റെ ഓരോ വശത്തു നിന്നും നമുക്ക് ചിത്രമെടുക്കാം. എത്ര ചിത്രമെടുത്താലും അതെല്ലാം നോർത്തർഡാം കത്തീഡ്രലിൻ്റേതായിരിക്കും. പക്ഷെ ഒന്നും മറ്റേതുപോലെ ഇരിക്കുകയില്ല. അങ്ങനെ എല്ലാ ചിത്രങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഒരു സ്വരൂപം മനസ്സിൽ കാണാൻ സാധിക്കും. അതേപോലെ അദ്വൈതമായ ഒരു സത്യം ഒരു നമ്മൾ മുമ്പിലിരിക്കുന്നിരിക്കട്ടെ, മേശപ്പുറത്ത് ഇരിക്കുന്ന സാധനമാണ്. നമുക്ക് അതിൻ്റെ ഓരോ വശത്തു നിന്നും കൊണ്ടും വേണം നോക്കാം. ഓരോ വശത്തു നിന്നും നോക്കുമ്പോൾ കാണുന്നത് ആ സത്യത്തെ തന്നെയാണ്. പക്ഷേ കാണുന്ന കാഴ്ച അത് വേറെ ആയിരിക്കും. ഓരോ വശത്തു നിന്നും നോക്കിയാലും ഫോട്ടോ എടുത്താലും അറിയാം, ഓരോ വശത്തു നിന്ന് എടുക്കുന്ന ഫോട്ടോയും വെവ്വേറെ സ്വഭാവമുള്ളതായിരിക്കും, രൂപം വേറെ ആയിരിക്കും. എന്നാൽ എല്ലാ ചിത്രങ്ങളും ആ ഒരു ഘട്ടത്തിൻ്റെ തന്നെ ആയിരിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു സത്യത്തിൻ്റെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതേപോലെ അദ്വൈതമായ ഒരു സത്യം, അതിമനോഹരമായ ഒന്ന് ഈ മേശപ്പുറത്തിന് ഇരിക്കുന്നു. അതിൻ്റെ ഓരോ വശത്ത് നിന്നുകൊണ്ടും നോക്കാം, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാം. അങ്ങനെ ആ അദ്വൈതമായ സത്യത്തിൻ്റെ 10 വശങ്ങളിൽ നിന്നുകൊണ്ട് അതിൻ്റെ ചിത്രം രേഖപ്പെടുത്തുന്നു. അതിനെയെല്ലാം ചേർത്ത് ഒരു മാലയാക്കിയിരിക്കുന്നു.
അതാണ് വാസ്തവത്തിൽ ദർശനമാല. ഇത് 10 തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു എഴുതാനുള്ള സൗകര്യത്തിന് വേണ്ടി, ചിന്തിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒക്കെ 10 എണ്ണം എടുത്തുന്നുള്ളതേ ഉള്ളൂ. നമുക്ക് 20 എണ്ണം എടുക്കാം, 100 എണ്ണം എടുക്കാം, കുറച്ച് കൊണ്ടുവരാം. കുറച്ച് കൊണ്ടുവന്നപ്പോൾ ഏതുവരെ കുറയ്ക്കാം? 2 വരെ കുറയ്ക്കാം അല്ലേ? ഈ വശത്തുനിന്നും എടുക്കാം, ഈ വശത്തുനിന്നും എടുക്കാം. അപ്പോഴാണ് എന്താകുന്നത്? ഡയലക്റ്റിക്സ് ആകുന്നത്. 2 വിപരീത വശങ്ങളിൽ നിന്നുകൊണ്ട് ഒരേ സത്യത്തെ കണ്ടിട്ട് ആ 2 വശങ്ങളിൽ നിന്നുള്ള ചിത്രം വെച്ചുകൊണ്ട് ആ ഒരു സത്യത്തെ ഉള്ളിൽ കാണുക. അതാണ് ഡയലക്റ്റിക്കൽ മെത്തഡോളജിയുടെ സ്വഭാവം. പിന്നെ ഇപ്പോൾ ആത്മാവിനെ നിർവചിച്ചിരിക്കുന്നത് സത്യം എന്താണ്? സത്ത്, ചിത്ത്, ആനന്ദം. അവിടെ വെളിയിലിരിക്കുന്നവർ വെയിൽ കൊള്ളണമെന്നൊന്നുമില്ല. ഇവിടെ വന്നാൽ ഇരിക്കാം, കസേരയിലിരിക്കാം, തറയിലിരിക്കാം, കസേര ഒഴിഞ്ഞ് കിടപ്പുണ്ട്. ആ അത് ശരി, എന്നാൽ ഇരുന്നോട്ടെ, വെയിലും കൊണ്ടോളൂ. ശരി, ഗൗതമങ്ങും പോകില്ലല്ലോ. ആ ശരി. അപ്പോൾ സത്ത്, ചിത്ത്, ആനന്ദം പുരാതന കാലം മുതൽ ആത്മാവിനെയും ബ്രഹ്മത്തെയും മനസ്സിലാക്കി പോരുന്നത് സത്ത്, ചിത്ത്, ആനന്ദം എന്നാണ്. ഇതുവരെയും എനിക്കും തോന്നിയിരുന്നത് സത്തും ചിത്തും ആനന്ദവും കൂടെ ചേർന്ന് സച്ചിദാനന്ദം. വാക്കിലങ്ങനെ തന്നെയാണ്, പക്ഷേ സത്യത്തിലോ? സത്യം 1 3 1. അപ്പോൾ ആ സത്യത്തിൻ്റെ 3 വശങ്ങളിൽ നിന്നും കൊണ്ട് നോക്കിയപ്പോൾ ഉള്ള ദർശനമാണ് സത്വ, ചിത്ത്, ആനന്ദം. ഒരു വശത്തു നിന്നും നോക്കിയപ്പോൾ അത് സത്താണ്, വേറൊരു വശത്തോട്ട് നിന്ന് മാറി നോക്കിയപ്പോൾ ചിത്താണ്. അതെങ്ങനെയാ സത്യം ചിത്തമായിരിക്കും, പിന്നെ ഒരേ സത്യത്തിൻ്റേതായിരിക്കും എന്നുള്ളത് ദർശനമാലയിലെ ഏത് ദർശനത്തിലാണ് അറിയാമോ? എന്തെങ്കിലും പറയാമോ? ഏത് ദർശനത്തിലാണ് വരുന്നതെന്ന്? 2ാമത്തെ ദർശനത്തിൽ, അപവാദ ദർശനത്തിൽ. അത് അവസാനിക്കുന്നത് തന്നെ സർവം ഹി സച്ചിദാനന്ദം നേഹനാനാസ്തി കിഞ്ചന ജപ്തശ്രീഹ നാനേവ മർത്യോർ മർത്യം സഗച്ഛതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. സകലതും സച്ചിദാനന്ദം തന്നെ, സർവം ഹി സച്ചിദാനന്ദം, സർവവും സച്ചിദാനന്ദം തന്നെ. നേഹനാനാസ്തി കിഞ്ചന, ഇവിടെ പലത് എന്നുള്ളതിന് അല്പം പോലും സ്ഥാനമില്ല. പശ്യതീഹ നാനേവ, അതല്ല പലതിനെയാണ് ആളുകൾ കാണുന്നത് എങ്കിൽ ഇവിടെ ഇത്രയും ആളുകളിരിക്കുന്നില്ലേ? പല ആളുകളോ ഒരാളോ? ഒരേ ആത്മാവാണ് പല രൂപത്തിലിരിക്കുന്നത് എന്ന് കാണാൻ ആർക്ക് കഴിവുണ്ട്? അവർ സത്യം പറഞ്ഞവരാണ്. ഇതൊന്നും ശാസ്ത്രങ്ങളൊന്നും പഠിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ആ ഒരു സത്യത്തിൻ്റെ 3 വശങ്ങളിൽ നിന്നുകൊണ്ട് നോക്കിയപ്പോൾ സത്തായിട്ടും ചിത്തായിട്ടും ആനന്ദമായിട്ടും നമുക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഈ 3നെയും എന്തായിട്ട് കാണണം? അത് ഏകമായ സത്യത്തിൻ്റെ പല ഭാഗങ്ങളായിട്ടല്ല, ഭാവങ്ങളായിട്ടല്ല, പിന്നെയോ ഒരേ സത്യത്തിൻ്റെ തന്നെ 3 വശങ്ങളിൽ നിന്ന് നോക്കിയപ്പോൾ കാണുന്ന ദർശനമാണ്. സത്യത്തിൻ്റെ വശത്തും സത്യം ഉള്ളതേത് എന്ന് നോക്കിയപ്പോൾ അതുകൊണ്ട് അതുള്ളതാണ് സത്യം. പിന്നെ അതിനകത്ത് അതിൻ്റെ അന്തസാരം എന്ത്? അത് ചിത്താണ്. അപ്പം അന്തസാരത്തിൻ്റെ വശത്ത് നോക്കിയപ്പോൾ ചിത്താണ്. ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയപ്പോൾ ചിത്താണ്, സത്താണ്. ഇതെല്ലാം കൊണ്ട് എന്ത് പ്രയോജനം? ഒക്കെ പഠിച്ചിട്ട് അത് ആനന്ദം. ആനന്ദം എവിടെ അനുഭവിക്കുന്നത്? നമ്മൾ തന്നെയല്ലേ? അപ്പോൾ നമ്മൾ തന്നെ അനുഭവിക്കുന്ന ആനന്ദം,
അതിനെ നമുക്ക് മാറ്റിവെക്കാനാവില്ല. ഇങ്ങനെ സത്തായിട്ടും ചിത്തായിട്ടും ആനന്ദമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരേ സത്യത്തിൽ തന്നെ സത്തിൻ്റെ വശത്ത് നിന്നുകൊണ്ടോ നോക്കാം, ചിത്തിൻ്റെ വശത്ത് നിന്നുകൊണ്ടോ നോക്കാം, ആനന്ദത്തിൻ്റെ വശത്ത് നിന്നുകൊണ്ടോ നോക്കാം. പിന്നെ ഇന്നലെ എനിക്ക് മറ്റൊന്നുകൂടെ തോന്നി. എന്താണ്? നാരായണ ഗുരു ദൈവചിന്തനത്തിൻ്റെ 2ാം ഭാഗത്തിൽ ഞാൻ തുടങ്ങുമ്പോൾ ഒരു മംഗളാചരണമുണ്ട്. എന്താണ്? ജീവേശ്വര ജഗദ്ഭേദരഹിത അദ്വൈത തേജസ്സേ. ജീവൻ, ജഗത്ത്, ഈശ്വരൻ, ഈ 3 എന്നതിന് ഒരു സ്ഥാനവുമില്ലാത്ത, ഇതിനെല്ലാം അപ്പുറത്തുള്ള അദ്വൈത പ്രകാശമേ നിനക്ക് നമസ്കാരം എന്ന് പിന്നെ വരും. അല്ലെങ്കിൽ ആ പ്രകാശത്തിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പിന്നീട് തുറന്നു വരുന്നു. അവിടെ 3 തത്വങ്ങൾ എല്ലാമാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു ശക്തി എന്നല്ല മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും ജീവന്മാരാണ്. അപ്പോൾ എന്ന് വെച്ചാൽ വ്യക്തിസത്ത, ജഗത്ത് സമഷ്ടിസത്ത, പിന്നെ സകലതിനെയും ഭരിക്കുന്ന ഒരു ശക്തി, അത് ഈശ്വരൻ. ഈ 3 ആയിട്ട് കാണുന്നല്ല. ഇതും 3 സത്യത്തിൻ്റെ 3 വശങ്ങളല്ലേ? ഇന്നലെ എനിക്ക് തോന്നിയതാണ്. 10 ദർശനങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് പോലെ ആ സന്ദർഭത്തിൽ നോക്കിയാൽ 3 ദർശനങ്ങൾ. ഇങ്ങനെ എത്ര തരത്തിലുള്ള വിഭജനവും നമുക്കാകാം. ഇവിടെ സൗകര്യത്തിന് വേണ്ടി 10 ദർശനങ്ങൾ എടുത്തിരിക്കുന്നു. ഈ ദർശനങ്ങളുടെ സ്വഭാവം ഞാൻ പഠിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത്, ആദ്യത്തെ 5 ഇപ്പം പറഞ്ഞല്ലോ, ജീവൻ, ജഗത്ത്, ഈശ്വരൻ, ജീവൻ, ഈശ്വര, ജഗത്ത്, ഈ 3 തത്വങ്ങളിൽ ആദ്യത്തെ 5ലും പ്രതിപാദിക്കുന്നത് പ്രപഞ്ചം ബ്രഹ്മസത്യം. ഈ 2ഉം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ അദ്വൈതമായിരിക്കുന്നു. അതെല്ലാം അതിൻ്റെ സ്വഭാവം. അപ്പോൾ ഈ 5 ശ്ലോകത്തിൽ 5 ദർശനത്തിൽ പ്രപഞ്ചം അല്ലെങ്കിൽ ജഗത്ത്, ഈശ്വരൻ, ഇവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അത് പല ഈ പരമേശ്വരൻ എന്നുള്ള വാക്ക് ആദ്യത്തെ ഒരു ദർശനത്തിലേ വരുന്നുള്ളൂ. എങ്കിലും ഈ സത്യവും ജഗത്തും എങ്ങനെ അഭേദമായിരിക്കുന്നു എന്നുള്ളതാണ്. അഭേദത എങ്ങനെ കണ്ടെത്താം നമുക്ക്? അതാണ് ആദ്യത്തെ 5 ശ്ലോകങ്ങളിൽ 5 ദർശനങ്ങളിൽ വിവരിക്കുന്നത്. അടുത്ത 5 ദർശനങ്ങളിൽ വ്യക്തിസത്ത അല്ലെങ്കിൽ ജീവനും ജഗത്തും ജഗത്തല്ലല്ലോ, ഈശ്വരൻ. അപ്പോൾ ജീവനും ഈശ്വരനും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അതിലെ 5 വശങ്ങളാണ് കർമ്മം, ജ്ഞാനം. ആ ജ്ഞാനം നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? അതറിവാണല്ലോ. എന്തിനെ അറിയുന്നു? നമുക്ക് ലോകത്തിലുള്ള വസ്തുക്കളെല്ലാം അറിയുന്നത്. അപ്പോൾ ജ്ഞാനമായി. പിന്നെന്താണ് വരുന്നത്? ഭക്തി, അല്ലേ? ഭക്തി ആർക്കാവുള്ളത്? വ്യക്തിക്കാണ് ഭക്തിയുള്ളത്. എന്തിനെപ്പറ്റിയുള്ള വിചാരമാണ് ഭക്തിയിലേക്ക് നയിക്കുന്നത്? ഈശ്വരനെ പറ്റിയുള്ള വിചാരമാണ് ഭക്തിയിലേക്ക് നയിക്കുന്നത്. പിന്നെ ആ സത്യവുമായുള്ള യോഗഭാവം, യോഗദർശനം. ആ സത്യത്തിൽ ഈ വ്യക്തി അമർന്ന് ഇല്ലാതായിത്തീരുന്നു, നിർവ്വാണം. അപ്പോൾ ഈ 5 ദർശനവും അവതരിപ്പിക്കുന്നത് വ്യക്തിസത്തയും ഈശ്വരനും തമ്മിലുള്ള
ബന്ധത്തിൻ്റെ സ്വഭാവം, പല തലത്തിലുള്ള ബന്ധത്തിൻ്റെ സ്വഭാവമാണ്. മറ്റേത് പ്രപഞ്ചവും ഈശ്വരനും തമ്മിലുള്ള, അല്ലെങ്കിൽ ബ്രഹ്മവും തമ്മിലുള്ള എന്നതിനെ വെച്ചോളൂ, തമ്മിലുള്ള ബന്ധം എങ്ങനെ? അധ്യാരോപം ഈ ലോകം വേദാന്തത്തിൽ തന്നെ പല 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 സന്ദർഭങ്ങളിൽ പ്രപഞ്ചത്തെ കാണുന്നത് പലതരത്തിലാണ്. ആദ്യത്തെ എന്താണ്? അധ്യാരോപം. അധ്യാരോപത്തിൽ അതാണ് ഇല്ലാത്തതിനെ ഉള്ളതായിട്ട് അങ്ങോട്ട് ആരോപിച്ച് ഇല്ലാത്ത പ്രപഞ്ചത്തെ ഉള്ളതായിട്ട് സങ്കല്പിച്ച് പിന്നെ തത്വം നടത്തുക. അപ്പോൾ ഈ ലോകം ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നു. അതുപോലെ ചോദ്യങ്ങൾ പലതുണ്ട്. അതെല്ലാം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യും. പിന്നെ അപവാദ ദർശനം, ഈ ലോകം ഇല്ലാത്ത അപവദിക്കുക. ഏതിനെയാണോ അധ്യാരോപിച്ചത് അതിനെ തിരിച്ചില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് അപവാദം, അപവദിക്കുക. അങ്ങനെ ഈ ലോകത്തെ കാണുന്ന ദൃശ്യലോകത്തെ ഇല്ലാത്തതാണെന്ന് സങ്കല്പിച്ചാൽ പിന്നെ എന്താ ഉള്ളത്? ഒരു സത്യം. അതിനെ സത്തായിട്ട് കാണാം, ചിത്തായിട്ട് കാണാം, ആനന്ദമായിട്ട് കാണാം. അതാണ് രണ്ടാമധ്യായത്തിൽ രണ്ടാമത്തെ ദർശനത്തിൽ അവതരിപ്പിക്കുന്നത്. മൂന്നാമത്തേതിൽ ഇത് ഇല്ലാത്തതാണ്, അസത്യമല്ലേ? പിന്നെ ഇല്ലാത്തതിനെ ഉള്ളതായിട്ട് എങ്ങനെ കണ്ടു? അത് മനസ്സിൻ്റെ സങ്കല്പം കൊണ്ട്. അങ്ങനെ പോകുന്നു മായാദർശനം, അല്ല അസത്യദർശനം. അത് കഴിഞ്ഞ് മായാദർശനം. എങ്ങനെയാണ് ഈ ഇല്ലാത്ത ലോകം ഉള്ളതുപോലെ ഇവിടെ കാണപ്പെടാൻ ഇടയായത്? അതിനിടയാക്കിയ ശക്തി എന്ത്? അത് മായയാണ്. അതിൻ്റെ പല വശങ്ങൾ ചർച്ച ചെയ്യുന്നു. അടുത്ത ഭാനദർശനം. ഭാനദർശനം അതിനകത്ത് വല്ല ചർച്ചയും ഈ ലോകത്തെപ്പറ്റിയുള്ള ചർച്ചയുണ്ടോ? ഉണ്ടല്ലോ. എന്താണ്? ഭാസ്യം എന്ന് പറയുന്നത് മുഴുവൻ ലോകമാണ്. ഭാനം എവിടെ ഉണ്ടാകുന്നു? അറിവിലുണ്ടാകുന്നു. അറിവ് ഏതെങ്കിലും തരത്തിൽ പ്രകാശിക്കുക എന്ന് വെച്ചാൽ പ്രകടഭാവങ്ങൾ കൈക്കൊള്ളുക. ഏതിനെങ്കിലും പറ്റിയുള്ള അറിവായി അത് പ്രകടഭാവം കൈക്കൊള്ളുമ്പോൾ അത് ഭാനമാണ്. അപ്പോൾ ഭാനം എപ്പോഴും എവിടെ ഉണ്ടാകുന്നു? അറിവിലുണ്ടാകുന്നു. അപ്പോൾ ഭാനം, ഭാസ്യം എന്ന രണ്ട് വശങ്ങൾ അതിനകത്തുണ്ട്. അത് ഏറ്റവും സൂക്ഷ്മമാണ്. അറിവ് തന്നെയാണ് പ്രപഞ്ച രൂപത്തിൽ പ്രകടഭാവം കൈക്കൊണ്ടിരിക്കുന്നത്. ആ അറിവിന് അങ്ങനെ അറിയുമ്പോൾ അതിന് സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ഭാനങ്ങൾ അറിവിനുണ്ട്. തുര്യം വരെയുള്ള ഭാനങ്ങൾ അതിനകത്തുണ്ട്. ഇതെല്ലാമാകുമ്പോൾ ആ അധ്യായം, ആ വശം ഏറ്റവും സ്ഥൂലമായ ഈ പ്രപഞ്ചമുള്ളത് തന്നെയാണ് എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് തുടങ്ങി ഈ പ്രപഞ്ചം അറിവല്ലാതെ മറ്റൊന്നുമല്ല എന്ന് സ്ഥാപിക്കുന്നത് വരെ 5-ാം അധ്യായം. അല്ല, ആദ്യത്തെ ഞാൻ കുറച്ചൊന്നും ഉറങ്ങിക്കിടക്കുകയായിരുന്നുകൊണ്ട് പിന്നെ വാക്കുകളൊന്നും നേരൊന്നും കണ്ടു വരുന്നില്ല. കർമ്മം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർമ്മം തൊട്ട് നിർവ്വാണം വരെ ഓരോ വ്യക്തിയും സമഷ്ടി സത്യത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത് എങ്ങനെ? ഏറ്റവും പ്രകടമായ അതിൻ്റെ വശം കർമ്മം തന്നെയാണ്. ഓരോ വ്യക്തിയും കർമ്മം ചെയ്യുന്നോ? ചെയ്യുന്നില്ല എന്നാണ് സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാകുന്നത്. പിന്നെയോ തുടക്കം തന്നെ ഇവർ പറയുന്നത് ആത്മൈവ മായയാ കർമ്മകരോതി ബഹുരൂപതർക്ക്. ആത്മാവ് തന്നെയാണ് പല രൂപങ്ങൾ ധരിച്ച് ഇവിടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആത്മാവൊന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായം തുടങ്ങുന്നത്. ഭഗവത്ഗീതയിലെ
കർമ്മയോഗം തന്നെയാണ് ഇതിൻ്റെ ഇവിടത്തെയും ഫിലോസഫിയായിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനമാണ്. അത് പിന്നെ നമുക്കറിയാം, ഓരോ വ്യക്തിക്കുമാണ് അറിവുണ്ടാകുന്നത്. അതിൻ്റെ പല തലങ്ങൾ. പിന്നെ ഭക്തി ഈശ്വരനോടുള്ള ഭക്തി ആർക്കാണ് ഉണ്ടാകുന്നത്? ഓരോ ആൾക്കുമാണ് ഉണ്ടാകുന്നത്. പിന്നെ യോഗാഭ്യാസമൊക്കെ നടത്തുന്ന ആരാണ്? യോഗികളാണ്, ഓരോ വ്യക്തിയുമാണ്. പിന്നെ നിർവ്വാണം. ഓരോ വ്യക്തിയുമാണ് നിർവ്വാണ സുഖം അനുഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ സുഘടിതമായ ഒരു വ്യവസ്ഥയോടുകൂടിയാണ് ദർശനമാല നാരായണ ഗുരു രചിച്ചിരിക്കുന്നത്. സാധാരണ വേദാന്ത കൃതിയല്ല, ഏത് കൃതിയായാലും തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി മുമ്പോട്ട് പോയി അവസാനം വേറൊരു തലത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കും. എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാ ദർശനങ്ങളും പാശ്ചാത്യമായാലും കൊള്ളാം, പൗരസ്ത്യമായാലും കൊള്ളാം, എല്ലാ ദർശനങ്ങളും ചെയ്യുന്നത് ഈ ഒന്നാണ്. എന്താണ്? തത്വചിന്ത അവതരിപ്പിച്ചിട്ട് അതിന് ഒരു പ്രത്യേക പോയിന്റിൽ നിന്ന് തുടങ്ങി വേറൊരു പോയിന്റിൽ നമ്മളെ കൊണ്ടെത്തിക്കും. എന്നാൽ ഇതങ്ങനെയല്ല. ഈ കൃതി ദർശനമാലയാണത്. ദർശനമാല കഴുത്തിലണിയാനുള്ളതാണ്. ഒരറ്റം മറ്റേ അറ്റവുമായി കൂട്ടിക്കെട്ടുമ്പോഴേ അത് മാലയാവും. പിന്നെ മാലയ്ക്ക് ഏറ്റവും നടുവിൽ ഒരു പതക്കം ഉണ്ടായിരിക്കണം. രണ്ട് അറ്റങ്ങൾ ഏതാണ്? ആസീത് അഗ്രേ അസതേ വേദം. ഈ പ്രപഞ്ചമെല്ലാം അസത്തായിരുന്നു, ഇല്ലാത്തതായിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. അവസാനത്തെ ശ്ലോകം എന്താണ്? ഏറ്റവും നിർവ്വാണ ദർശനത്തിൻ്റെ അവസാനം ഏകമേവാദ്വിതീയം ബ്രഹ്മാസ്തി നാന്യെന്ന സംശയ ഇതി വിദ്വാ നിവർത്തേത ആവർത്തതേ പുനഃ. അപ്പോൾ ഏകവും അദ്വിതീയവുമായ ഒരു സത്യമേ ഉള്ളൂ, പലതില്ല. പശ്യതീഹ ആനെ അല്ലല്ല, ഇതി വിദ്വാൻ നിവർത്തേത വർത്തകുന്ന ആവർത്തതേ പുനഃ. വിദ്വാൻ ഇതറിയുന്നു. അങ്ങനെ അറിയുന്നവന് പിന്നെ അതിൽ നിന്നും അന്യമായൊരു വൃത്തി, തൻ്റേതായ ഒരു വൃത്തി, ഫങ്ഷൻ ഇല്ല തന്നെ. പിന്നെ അയാളിൽ നടക്കുന്ന ഫങ്ഷനെല്ലാം, വൃത്തികളെല്ലാം ആ ബ്രഹ്മത്തിൻ്റേത് തന്നെയാണ്. അതിനല്ലേ ആദ്യം പറഞ്ഞത്, ബ്രഹ്മത്തിൻ്റെ സ്ഥാനത്തോടെ പരമേശ്വരൻ എന്ന് പറഞ്ഞു. പരമേശ്വരൻ്റെ സങ്കല്പം കൊണ്ട് ഇതെല്ലാം ഉണ്ടായി എന്ന് പറഞ്ഞു. ഇവിടെ പരമേശ്വരൻ എല്ലാം നിന്ന് വരുന്നു. അപ്പം അത് തന്നെയല്ലേ പിന്നെ എല്ലാമായി നീക്കുന്നത്, എല്ലാമായി തീർന്നിരിക്കുന്നത്. അത് സൂക്ഷ്മമായി നോക്കുമ്പോൾ തുടങ്ങിയെടുത്ത് തന്നെയാണ് ഇത് വന്ന് അവസാനിച്ചിരിക്കുന്നത്. അവിടെ നമുക്കതിനെ കൂട്ടിക്കെട്ടാം. പതക്കം എന്താണ്? 50-ാം ശ്ലോകത്തിൻ്റെ അവസാനം എന്താണ് കാണുന്നത്? സദേവ തത്വം.
എന്നുള്ള വാക്കുകളോടുകൂടിയാണ് അഞ്ചാം അധ്യായം അവസാനിക്കുന്ന വരിയാണല്ലോ ഈ പതക്കം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ സദേവ തത്, അത് ഓം തത് സത് എന്ന് എന്ന പുരാതനമായ സാമ്പ്രദായികമായ രീതിയുടെ മറ്റൊരു ആവിഷ്കാരമാണ് സദേവ തത് എന്നത്. അങ്ങനെ ഈ ഒരു പതക്കം നടുവിലും ഇങ്ങനെ പിന്നെ ഇവിടെ നിന്ന് സൂക്ഷ്മമായി സ്ഥൂലത്തിൽ നിന്ന് തുടങ്ങി സൂക്ഷ്മമായിട്ട് പിന്നെയും മറ്റൊരു കർമ്മത്തിൽ നിന്ന് തുടങ്ങി അവിടെ സ്ഥൂലത്തിൽ നിന്ന് തുടങ്ങി സൂക്ഷ്മമായിട്ട് ഇങ്ങോട്ട് വന്ന് അവസാനം ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടിയത്. ഇങ്ങനെ ഒരു സ്വരൂപഘടന ഈ ദർശനമാല എന്ന ഗ്രന്ഥത്തിനുണ്ട്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാമോ? ദർശനമാലയിലേക്ക് പ്രവേശിക്കാമോ? ആദ്യത്തെ ശ്ലോകം എന്താണ്? സീതഗ്രെ. അപ്പോൾ ഈ വരിയിലെ വാക്കുകൾ തന്നെ വളരെ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളതാണ്. ആസീദഗ്രേ അസദേ വേദം ഭുവനം സ്വപ്നവത് പുനഃ സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വരഃ. ആസീദഗ്രേ അസദേ വേദം. ആസീദ് ആയിരുന്നു. എന്തായിരുന്നു? അസദേ അസത് ഏവ ഇതം. ആദിയിൽ ഇത്. പല പണ്ഡിതന്മാരും ഈ വരിക്ക് അർത്ഥം പറയുമ്പോൾ അത് ആസീദഗ്രേ സദേ വേദം, വേദാന്തത്തിന് രണ്ട് സമ്മതമാണ്. ഏതാണ്? ആദിയിൽ ഇത് സത്തായിരുന്നു എന്ന് പറയുന്നതും ആദിയിൽ ഇത് അസത്തായിരുന്നു എന്ന് പറയുന്നതും ഒരേപോലെ ശരിയാണ്. അതുകൊണ്ട് നാരായണ ഗുരു ഒരിക്കലും ഇത് ആദിയിൽ അസത്തായിരുന്നു എന്ന് പറയില്ല, സത്താണെന്നേ പറയൂ. അതിന് പ്രമാണമുണ്ട്. എന്താണ്? ഛാന്ദോക്യോപനിഷത്തിൽ സദേവ സൗമ്യ ഇതമഗ്ര ആസീത്. സൗമ്യ, ഈ പ്രപഞ്ചം ആദിയിൽ സത്ത് മാത്രമായിരുന്നു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നാരായണ ഗുരു അസത്ത് എന്ന് പറയാനിടയില്ല. പക്ഷേ അതേ ഛാന്ദോഗ്യോപനിഷത്തിൽ തന്നെ അസദേവേദമഗ്രേ അല്ല ആസീത് 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 അല്ല അസദേവ ഇതമഗ്ര ആസീത്. അസദേവ ഇതമഗ്ര ആസീത്. അത് അസത്തെന്ന് തന്നെ തുടങ്ങുന്നത്. ഇത് മറ്റേ ഛാന്ദോഗ്യോപനിഷത്തിൽ വരുന്നു, ഇതും ഛാന്ദോഗ്യോപനിഷത്തിൽ വരുന്നു. അപ്പോൾ ഏതിനെ നിങ്ങൾ സ്വീകരിക്കും? രണ്ടിനെയും സ്വീകരിക്കണം. ഒരേ ഉപനിഷത്തിൽ വരുന്നതാണ്. പക്ഷേ ഒരേ ഉപനിഷത്തിലെ രണ്ട് സന്ദർഭങ്ങളിൽ, രണ്ട് ചിന്താസന്ദർഭങ്ങളിൽ വരുന്നതാണ്. ശാസ്ത്രം പഠിക്കുമ്പോൾ ആ ശാസ്ത്രത്തിനകത്ത് ഓരോ അധ്യായമുണ്ടെങ്കിൽ ഓരോ അധ്യായത്തിനും ഓരോ പ്രത്യേക ചിന്താസന്ദർഭമുണ്ട്. ഏത് സന്ദർഭത്തിൽ, അതിനാണ് സംസ്കൃതത്തിൽ പറയുന്നത് പ്രകരണഭേദം. ആ പ്രകരണം ഏത് പ്രകരണത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നു. ആദിയിൽ ഈ ലോകം ഇല്ലാത്തതായിരുന്നു.
നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ആദിയിൽ ഈ ലോകം ഇല്ലാത്തതായിരുന്നു. ഏതിനെപ്പറ്റിയാണല്ലോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ ഒരു വാക്യം കൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? എന്തിനെപ്പറ്റി മനസ്സിലാക്കി? എന്തിനെപ്പറ്റി എന്ത് മനസ്സിലാക്കി? ഉണ്ടതില്ല. ഈ കാണപ്പെടുന്ന ജഗത്ത് ആദിയിൽ ഇല്ലാത്തതായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ജഗത്തിനെ പറ്റിയാണ് ഇവിടെ ചിന്തിച്ചത്. ജഗത്തിനെ പറ്റി ചിന്തിച്ചപ്പോൾ എന്ത് മനസ്സിലാക്കി? അതില്ലാത്തതായിരുന്നു എന്ന് മനസ്സിലാക്കി. ഇനി പറയുന്നു, സദൈവ സൗമ്യ ഇതമഗ്രാസേത്. സൗമ്യ, ആദിയിൽ ഈ ലോകം സത്തായിരുന്നു. സദൈവ സൗമ്യ ഇതമഗ്രാസേത്. സത്തായിരുന്നു ആദിയിൽ ഈ ലോകം. അവിടെ ഇതിനെപ്പറ്റി എന്ത് മനസ്സിലാക്കും? ബ്രഹ്മത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞില്ലല്ലോ. സത്തൊക്കെ എന്നല്ലേ പറഞ്ഞോളൂ. സത്തായിരുന്നു സൗമ്യ ആദിയിൽ ഈ ലോകം. മനസ്സിലായില്ലേ? സത്തായിരുന്നു അല്ലേ സൗമ്യ? സത്തായിരുന്നു ഈ പ്രപഞ്ചം ആദിയിൽ. അപ്പോൾ എന്ത് മനസ്സിലാക്കി? എന്തിനെപ്പറ്റി മനസ്സിലാക്കി? അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് സത്തിനെ പറ്റിയാണ്. ആ സത്തിനെപ്പറ്റി എന്ത് മനസ്സിലാക്കിയിരുന്നു? ആദി കാരണം ഈ സത്തായിരുന്നു. പ്രപഞ്ചത്തിന്റെ ആദി കാരണമല്ല, പ്രപഞ്ചം ആദിയിൽ സത്തായിരുന്നു. അപ്പോൾ സത്തിനെ പറ്റിയാണ് മനസ്സിലാക്കിയത്. എന്ത് മനസ്സിലാക്കി? പ്രപഞ്ചത്തിന്റെ ആദ്യമായ കാരണമായിട്ട്. അപ്പോൾ രണ്ട് സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായത് ഇവിടെ സത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി? അതാണ് പ്രപഞ്ചത്തിന്റെ ആദി കാരണമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി. മറ്റിടത്തോ പ്രപഞ്ചത്തെ പറ്റി മനസ്സിലാക്കി. എന്ത്? അതില്ലാത്തതായിരുന്നു. വ്യത്യാസമില്ലേ? വ്യത്യാസം ഉണ്ടോ ഇല്ലേ? ഒന്ന്, സത്തിനെപ്പറ്റി ആണ് അറിയേണ്ടത് വേദാന്തത്തിൽ. ആ സത്താണ് ഈ ജഗത്തിനെല്ലാം ആദിമമായ കാരണമായിട്ട് ഉള്ളത് ഉണ്ടായിരുന്നത്. അപ്പോൾ സത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. മറ്റിടത്തോ പ്രപഞ്ചത്തെ പറ്റി മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി? അത് ആദിയിൽ ഇല്ലാത്തതായിരുന്നു എന്ന്. വ്യത്യാസം ഉണ്ടോ ഇല്ലേ? രണ്ട് ചിന്താ സന്ദർഭങ്ങളാണ്. ഒന്ന്, ഈ ലോകത്തിന്റെ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് ആ ലോകം ഉണ്ടായിരുന്നോ ഇല്ലയോ, അത് ആദിയിൽ എന്തായിരുന്നു? അതില്ലാത്തതായിരുന്നു. എന്തുകൊണ്ട്? അവിടെ സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ച് മറ്റിടത്ത് വരുമ്പോഴോ ആദിയിൽ സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ട് പറഞ്ഞില്ലേ, സദൈവ സൗമ്യ ഇതമഗ്ര ആസീത് എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്യമാണ്. എങ്കിലും അത് ഛാന്തോഗ്യോപനിഷത്തിൽ ഒരു പ്രാവശ്യമേ വരുന്നുള്ളൂ. ആദിയിൽ അസത്തായിരുന്നു ഇതെല്ലാം എന്നുള്ളത് ഛാന്തോഗ്യോപനിഷത്തിൽ വരുന്നുണ്ട്. അസദ്വായുധമഗ്ര ആസീത് തൈത്തരീയോപനിഷത്തിൽ വരുന്നുണ്ട്. അതുപോലെ ഐതരേയോപനിഷത്ത് തുടങ്ങുന്നത് തന്നെ ഈ വാക്യത്തോടുകൂടിയാണ്. അപ്പോൾ ഏതിനെടുക്കും? എല്ലാം ഉപനിഷത്ത് വാക്യമാണ്. അത് ഏത് സന്ദർഭത്തിൽ നിന്നുകൊണ്ട് ഋഷി ആ വാക്ക് പറഞ്ഞു എന്ന് അറിയാതെ നമ്മൾ നമ്മുടെ പാണ്ഡിത്യം പ്രകടിപ്പിക്കുവാൻ വേണ്ടി അല്ലല്ല, നാരായണ ഗുരു അങ്ങനെ ഒരിക്കലും പറയാനിടയില്ല. ഞാൻ ചിന്തിക്കുന്ന വഴിയിൽ ചിന്തിച്ചാൽ അങ്ങനെയല്ല പറയേണ്ടത്. ഞാൻ ചിന്തിക്കുന്ന വഴിയിലാണോ നാരായണ ഗുരു ചിന്തിച്ചത്? അത് വേറെ കാര്യം. നാരായണ ഗുരു വേറെ രീതിയിലാണ് ചിന്തിച്ചത്. അപ്പോൾ
ഇതാണ് ഓരോ പ്രകരണം. ഒരു വശത്ത് ജഗത്ത് ആദിയിൽ എന്തായിരുന്നു, അതില്ലാത്തതായിരുന്നു. മറ്റതോ സത്തിനെ പറ്റി മനസ്സിലാക്കി, എന്തായിരുന്നു, അതാണ് ആദിയിലുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കി. അത് തികച്ചും വ്യത്യസ്തമായ രണ്ട് ചിന്താ പ്രകരണങ്ങളിൽ നിന്നുകൊണ്ട് ഉള്ള വാക്യങ്ങളാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കിയാൽ അസദേവ ആസീതഗ്രെ അസദേവേദം എന്നേ പറയാനാവൂ. എന്ന് മാത്രമല്ല, നാരായണ ഗുരുവിൻ്റെ ഈ കൃതിക്ക് വിദ്യാനന്ദ സ്വാമികൾക്ക് അറിയാമല്ലോ, വിദ്യാനന്ദ സ്വാമികളുടെ അപേക്ഷ അനുസരിച്ചാണ് ഈ കൃതി രചിക്കപ്പെട്ടത്. എന്തുകൊണ്ട്? വിദ്യാനന്ദ സ്വാമി ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഏകദേശം ജീവിത അവസാനത്തോട് അടുത്തു വരുന്ന ഘട്ടത്തിൽ പറഞ്ഞു, ഗുരുവിൻ്റെ ദാർശനികമായ തത്വവിചാരം മലയാളത്തിൽ വേണ്ടത്ര രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഗുരു തന്നെ. പക്ഷേ ഇവിടെ സാമ്പ്രദായികമായി ഇവിടെ നിലനിൽക്കുന്ന ഒരു വേദാന്ത പഠന ലോകമുണ്ട്. അത് മുഴുവൻ നിൽക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. അതുകൊണ്ട് സംസ്കൃത ഭാഷയിൽ കൂടി ആ രീതിയിൽ പഠിച്ചവർക്ക് ഗുരുവിൻ്റെ ദർശനം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഗുരു തന്നെ അത് സംസ്കൃതത്തിൽ എഴുതിയാലേ നിവർത്തിയുള്ളൂ. ഗുരു അല്പം ആലോചിച്ചിട്ട് പറഞ്ഞു, എഴുതാമല്ലോ, എഴുതിയെടുക്കാമോ? എഴുതിയെടുക്കാം. എന്നാൽ ഒരു നോട്ട് ബുക്കും പെൻസിലുമായി കൂടെ നടക്കുക. എപ്പോഴും കൂടെ നടക്കണം. എപ്പോഴാണോ ഒരു ശ്ലോകം പെട്ടതായിരിക്കും ഒരു ശ്ലോകം പറയുന്നത്, എഴുതിയെടുത്തു വേണം. അങ്ങനെ പൂർത്തീകരിച്ചതാണ് ഈ ദർശനമാല. ആ വിദ്യാനന്ദ സ്വാമി തന്നെയാണ് പിന്നീട് ഇതിനൊരു വ്യാഖ്യാനം എഴുതിയത്, ദീതിഥി വ്യാഖ്യാനം. ആ ദീതിഥി വ്യാഖ്യാനം എഴുതിയിട്ട് അത് നാരായണ ഗുരുവിനെ കാണിക്കുകയും നാരായണ ഗുരു ചില തിരുത്തലുകൾ അതിൽ വരുത്തുകയും ചെയ്തു. അത് മുഴുവൻ നാരായണ ഗുരുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വാക്കുകളാണ്. ഏതിലുള്ളത്? ദീതിഥി വ്യാഖ്യാനത്തിലുള്ളത് ഗുരുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വാക്കുകളാണ്. അപ്പോൾ അതിനകത്ത് ആസീതഗ്രെ അസദേവേദം എന്നർത്ഥം എഴുതിയിരിക്കുന്നത് തെറ്റാണെങ്കിൽ ഗുരു തന്നെ തിരുത്തണ്ടേ? അത് തിരുത്തിയില്ലല്ലോ. അത് അംഗീകരിച്ച് അതനുസരിച്ചുള്ള അർത്ഥം പറയുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആസീതഗ്രെ അസദേവേദം എന്നുള്ള പാഠം തന്നെ മാത്രമേ നമുക്ക് ഇവിടെ സ്വീകരിക്കാനാവൂ. ആസീതഗ്രെ അഗ്രേ എന്നാൽ എന്താണ്? തുടക്കത്തിൽ അസദൈവ അസത്ത് തന്നെയായിരുന്നു. ഇതം സർവം ആസീതഗ്രെ അസദേവേദം അസദേവ ഇതം. ഇതം എന്ന് വേദാന്തത്തിൽ പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഇത് എന്നാണ്. വേദാന്തത്തിൽ പറയുമ്പോൾ ഈ ലോകം എന്നുള്ളതിന് ആ അർത്ഥത്തിലാണ് ഇതം എന്ന വാക്ക് ഈ വേദാന്ത ഗ്രന്ഥങ്ങളിൽ ഉപയോഗിച്ചു വരാറുള്ളത്. അത് എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറയുന്നതിൻ്റെ മറുവശമാണ് അത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. തത്വമസി. ആ തത്ത് എന്താണ്? ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം തന്നെയാണല്ലോ നീ. നാരായണ ഗുരു പറയുന്നത് എന്താണ്? ത്വം ഹി ബ്രഹ്മ. അപ്പോൾ അതൊരു മറ്റേ മഹാവാക്യത്തെ തിരിച്ചിട്ടതാണ്.
ഏത് മഹാവാക്യം? തത്വം അസി, തത്വം അസി, അത് നീ ആകുന്നു. അത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. അതെവിടെ ഇരിക്കണോ അത് നീയാണ്. നീയായിട്ടറിയണം. എന്തിന്? എന്തുകൊണ്ട്? അതിനെ തത്തായിട്ടറിയാൻ സാധിക്കില്ല. ബ്രഹ്മത്തെ ബ്രഹ്മമായിട്ടറിയാൻ സാധിക്കില്ലേ? അതെങ്ങനെ അറിയും? അറിയാൻ സാധിക്കുന്നത് സകലതുമായി വിരിഞ്ഞു നിൽക്കുന്ന ഒന്നായിട്ട് ആണ്. അങ്ങനെ ചിന്തിക്കാം. നമുക്കതിനെ നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുമോ? അപ്പോൾ അതിന് പിന്നെ എന്ത് ചെയ്യണം? അത്തരത്തിലറിയുന്നതിന് ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത്. അതിൽ പെടുമല്ലോ നമ്മൾ ഓരോരുത്തരും പ്രപഞ്ചത്തിൽ പെടും. അപ്പോൾ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സത്യം തന്നെയാണ് എന്നിലും നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായ പ്രപഞ്ചമായി തീർന്നിരിക്കുന്നതായ സത്യത്തെ അറിയുന്നതിന് എന്തു വേണം? അതിൻ്റെ ഒരംശമായ ഞാൻ എന്നെ തന്നെ അറിഞ്ഞാൽ മതി. അതുകൊണ്ട് ബ്രഹ്മസത്യം അറിയുന്നത് ആത്മസത്യം എന്ന നിലയിലാണ്. അല്ലാതെ ബ്രഹ്മത്തെ നമുക്കൊരു ചിന്താവിഷയമാക്കി തീർക്കാൻ സാധിക്കുകയില്ല. മറ്റതോ ചിന്താവിഷയമാക്കണ്ട, നമ്മളെപ്പോഴും നമ്മളെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള നമ്മൾ അതൊന്നും അറിഞ്ഞാൽ മതി. ഞാനെന്ത് എന്ന് എങ്ങനെ അറിയണം? കണ്ണുകൾ അഞ്ചു കൊണ്ടടക്കി ദരിതര വീണ് വണങ്ങി ഓതിടണം. അങ്ങനെ ഓതിയാൽ എന്താണ് ഈ സത്യം എന്ന് നമുക്ക് നേരിട്ട് കണ്ടെത്താൻ സാധിക്കും. ഏത് സത്യം? ആത്മസത്യം. എന്തിനറിഞ്ഞു? അത് ബ്രഹ്മസത്യത്തെ അറിയാൻ. അത് തന്നെയാണ് ബ്രഹ്മസത്യം എന്ന് ഞാൻ മനസ്സിലാക്കാം. അതുകൊണ്ട് അതാണ് ഗുരു പറഞ്ഞ വാക്യം. എന്താണ്? ഗുരു പറഞ്ഞ എന്താണ്? ത്വം ഹി ബ്രഹ്മ, തത്വമസി എന്നതിൻ്റെ വേറൊരു രൂപം. ഇങ്ങനെ ഓരോ വാക്കിലും ദാർശനികമായ പല താത്വികമായ ഘടകങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഗുരു ഇത് എഴുതിയിരിക്കുന്നത്. എന്താണ്? ആസീദഗ്രെ അസതേ വേദം ഭുവനം ഇതം ഭുവനം, ഈ ഭുവനം സ്വപ്നവത് പുനഃ. അങ്ങനെ ഇല്ലാതിരുന്ന ഒന്നിനെ അതിന് ശേഷം, ഇല്ലാതിരുന്ന അവസ്ഥയ്ക്ക് ശേഷം നടക്കും. ശേഷം സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വര. സസർജ സൃഷ്ടിച്ചു. എന്ത്? സർവവും സൃഷ്ടിച്ചു. സസർജ സർവം എങ്ങനെ സൃഷ്ടിച്ചു? സങ്കല്പമാത്രേണ, സങ്കല്പം കൊണ്ട് മാത്രം സൃഷ്ടിച്ചു. ആര് സൃഷ്ടിച്ചു? പരമേശ്വരൻ സൃഷ്ടിച്ചു. എന്താണ് പരമേശ്വരൻ? പരമമായ ഈശ്വരൻ. അപ്പോൾ പരമശിവൻ എന്നുള്ള അർത്ഥത്തിലല്ല, ഈശ്വരൻ എന്നുള്ളതിന് പരമഭാവം. ഒരു കാര്യം കൂടെ എനിക്ക് ഇതിനകത്ത് ഇടയ്ക്ക് പറയാനുള്ളത്, ഞാൻ ഈ ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാ മാസത്തിലും ഒരു ക്ലാസ് എന്നുള്ള നിലയിലാണ്. പിന്നെ നടരാജഗുരു ഇതിന് നമുക്കറിയാം, നമ്മുടെ ഗുരുകുലത്തിലെ പഠന ഗ്രൂപ്പിൽപ്പെട്ട മിക്കവാറും എല്ലാവരും ഇവിടെ ഉണ്ട്. അവർക്കെല്ലാം നടരാജഗുരുവിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങി അതിൽ കൈവയ്ക്കാൻ ഇപ്പോഴും വലിയ ഭയമായിട്ടാണ് ഇരിക്കുന്നത്. അതുപോരാ, നടരാജഗുരുവിൻ്റെ കൃതികളിലേക്ക്, ചിന്തയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാലേ
നാരായണ ഗുരുവിൻ്റെ ചിന്തയിലെ ശാസ്ത്രീയത ഏത് തരത്തിലുള്ളതാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് നടരാജ ഗുരു ഒരു സ്ട്രക്ചറലിസം അവതരിപ്പിച്ചു. എന്താണ്? എല്ലാറ്റിനും ഒരു സ്ട്രക്ചറുണ്ട്. ഒരു സുഘടിതമായ ഭാവത്തിലാണ് സകലതും ഇരിക്കുന്നത്. ഒരു മരം നോക്കിയാൽ അതിങ്ങനെ മുകളിലേക്ക് വളരും. മുകളിലേക്ക് സൂചി പോലെ വളരുകയാണോ? അല്ല, വശങ്ങളിലേക്ക് വളരും. താഴോട്ടും പോവും. അങ്ങനെ താഴോട്ടൊറ്റ പേരായിട്ട് പോകും. അല്ല, അവിടെ അത് ശാഖകളായിട്ട് പിരിയും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സ്വരൂപഘടനയുണ്ട്. അത് ഞാൻ ഒരു മാവിൻ്റെ കാര്യം പറഞ്ഞതാണ്. മാവ് ഒരു മരം, അതിനെ സംബന്ധിക്കുന്ന ഒരറിവ്, എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ ആ മാവ് കണ്ട് മനസ്സിലാക്കി അതിനെപ്പറ്റി ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അതല്ല, ആ മാവ് അതിൻ്റെ സമഗ്ര സ്വരൂപം അതറിയുന്നില്ലേ? ആ മാവിന് ബോധമുണ്ടെങ്കിൽ ആ മാവിൻ്റെ സമഗ്ര സ്വരൂപം ആ മാവ് തന്നെ അറിയുന്നില്ലേ? അറിയുന്നുണ്ടായിരിക്കണമല്ലോ. നമ്മൾ അറിയുന്നില്ലേ നമ്മുടെ സമഗ്ര സ്വരൂപം? അതുപോലെ പ്രപഞ്ചത്തിലുള്ള ഓരോന്നിനുമുണ്ട് അതിൻ്റേതായ സമഗ്ര സ്വരൂപം. അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു തുള്ളിമാതിരിയുള്ള ഒന്നല്ലേ? പ്രപഞ്ചം ഒരു സമുദ്രമാണെങ്കിൽ അതിലുള്ള ഒരു തുള്ളിമാതിരിയല്ലേ നമ്മളെല്ലാം ഓരോരുത്തരും. അപ്പോൾ ഞാൻ എന്നെ അറിയുമ്പോൾ എന്നിലൊരു സമഗ്ര സ്വരൂപമുണ്ട്, സുഘടിതമായ ഒരു സ്വരൂപമുണ്ട്. അത് ഞാൻ അറിയുന്നു. ആ അറിവിനെ ഞാൻ പ്രകടമാക്കുമ്പോൾ ഭാഷയിലൂടെ ഏതെങ്കിലും തരത്തിൽ ഞാൻ എന്നെപ്പറ്റി തന്നെയുള്ള എൻ്റെ അറിവ് ഏതെങ്കിലും തരത്തിൽ ഞാൻ പ്രകടമാക്കി എന്നിരിക്കട്ടെ. പ്രകടമാക്കിയെങ്കിൽ ആ സ്വരൂപഘടന ആ പ്രകടഭാവം കൈക്കൊണ്ട അറിവിനും ഉണ്ടായിരിക്കണം. വേണ്ടേ? എങ്കിലല്ലേ പൂർണ്ണമായ അറിവാകും. നമ്മൾ സാധാരണ ഈ പറഞ്ഞു വരുന്നത് വെളിയിൽ നിന്ന് നോക്കിയിട്ട് ചിത്രമെടുത്തു. അതിന് ഒരു ഉദാഹരണം ബെർഗ്സൺ പറയും. എന്താണ്? ഒരാട്ടിൽ കൂടി വെള്ളം ഒഴുകുന്നു. ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ സ്വഭാവം അറിയണം. നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇലയിട്ട് നോക്കും, അതിൻ്റെ സ്പീഡ് എത്ര ഉണ്ടെന്നറിയും, അളന്നൊക്കെ വയ്ക്കും. ഇതെല്ലാം കരയിലിരുന്നു കൊണ്ട്, എന്നുവെച്ചാൽ നദിയെ സംബന്ധിച്ചിടത്തോളം വെളിയിലിരുന്നു കൊണ്ട് അറിയുന്ന ഒരറിവാണ്. അങ്ങനെയല്ല, ഒഴുക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ ഒഴുകണം. അല്ല, ഒഴുക്കെന്തെന്ന് അറിയുക, ഒഴുകി നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഒഴുക്ക് എന്ന് അനുഭവിച്ചറിയും. ഇല്ലേ? ആ അറിവ് നമുക്ക് ഈ പറഞ്ഞ ഇലയിട്ട് നോക്കി ഒന്ന് അതിൽ കിട്ടുമോ? കിട്ടൂല. അതുപോലെ നമ്മിലുള്ള അറിവിൻ്റെ ഒരു ഒഴുക്കുണ്ടല്ലോ, ഇല്ലേ? അറിവ് സ്റ്റാറ്റിക്കല്ല, നമ്മൾ സ്റ്റാറ്റിക്കല്ല, അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. ആ ഒഴുക്കിനുണ്ട് അതിൻ്റേതായ ഒരു സ്ട്രക്ചർ. ആ സ്ട്രക്ചർ ആ അറിവിനെ സംബന്ധിക്കുന്ന ആ അറിവിനെ നമ്മൾ പ്രകടമാക്കി തീർക്കുമ്പോൾ ആ പ്രകടഭാവത്തിൽ ഈ സ്ട്രക്ചർ അന്തർഭവിച്ചിരിക്കണ്ടേ? എങ്കിലല്ലേ അറിവ് പൂർണ്ണമാവൂ. അറിവിനൊരു പൂർത്തി വേണ്ടേ? ആ അറിവിൻ്റെ പൂർത്തി എവിടെ എത്തും? എവിടെ നമ്മളെ കൊണ്ടെത്തിക്കും? ഏതിനെപ്പറ്റിയാണോ നമ്മൾ അറിയുന്നത്, അതായത് നമ്മിൽ തന്നെ ഇരിക്കുന്ന സത്യത്തെ അറിയുമ്പോൾ ആ അറിവിൻ്റെ സുഘടിതമായ സ്വഭാവവും ഉണ്ടായിരിക്കും.
ആ അറിവിനെ പ്രതിഫലിപ്പിക്കുമ്പോൾ ഭാഷയിൽ കൂടിയോ ഏതെങ്കിലും മാധ്യമത്തിൽ കൂടിയോ പ്രകടമാക്കി തീർക്കുമ്പോൾ അതിലും ഇതേ സുഘടിതമായ സ്വഭാവം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവുമല്ലോ, അത് കണ്ടെത്തണം. അപ്പോൾ മാത്രമേ ആ അറിവിനെ സംബന്ധിക്കുന്ന അറിവിനെ സംബന്ധിക്കുന്ന നമ്മുടെ ധാരണ പൂർണ്ണമാവൂ. അല്ലെങ്കിൽ എപ്പോഴും ഒഴുക്കിനെ വെളിയിൽ നിന്ന് കണ്ടുകൊണ്ട് മനസ്സിലാക്കിയതുപോലെ ഉള്ള അറിവായിരിക്കും. അത് പാടില്ല. നാം അതായിത്തീരണം. നാരായണ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അറിവിലമർന്ന് അതുമാത്രമായിടയണം എന്ന സ്ഥിതി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതിനുള്ള അകത്തുള്ള സ്ട്രക്ചറും കൂടി നമ്മൾ ഓരോ ശ്ലോകവും കടന്നു പോകുമ്പോൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് എന്നെ സഹായിക്കാനായിട്ട് ഞാൻ ബിജോയ്സിനെ കൂടി വിളിച്ചിട്ടുണ്ട്. ബിജോയ്സ് ഉണ്ടോ ഇവിടെ? അതുകൊണ്ട് ഓരോ ശ്ലോകവും കടന്നു പോകുമ്പോൾ ബിജോയ്സ് അതിൻ്റെ പൂർണ്ണമായ സ്ട്രക്ചറും കൂടി നമ്മെ ഈ ബ്ലാക്കല്ല ഇപ്പോൾ വൈറ്റ് ബോർഡാണല്ലേ, ബോർഡിൽ വരച്ച് നമ്മെ മനസ്സിലാക്കിപ്പിക്കും. ഞാൻ എന്തിനാണ് ബിജോയ്സിനെ ഇവിടെ വിളിച്ച് എന്നെ സഹായിക്കാൻ വിളിച്ചതെന്ന് ചോദിച്ചാൽ, ബിജോയ്സ് ഇപ്പോൾ ഇതിന് ഒരു വലിയ സാധനയാക്കി എടുത്തിരിക്കുകയാണ്. നടരാജ ഗുരുവിൻ്റെ ഓരോ പാരഗ്രാഫും വായിച്ചിട്ട്, എല്ലാ കവികളിലെയും ഓരോ പാരഗ്രാഫും വായിച്ചിട്ട് അതിനെ സ്ട്രക്ചറലായിട്ട് അനലൈസ് ചെയ്ത് അടുക്കി വയ്ക്കുന്ന ഒരു പഠനം ബിജോയ്സ് ആരംഭിച്ചിരിക്കുകയാണ്. ബിജോയ്സ് കഴിഞ്ഞപ്പോൾ പറയുന്നത് എനിക്ക് 55 വയസ്സൊക്കെ ആകുമ്പോഴും അത് തീരുമാനിക്കും എന്ന്. എന്തായാലും അങ്ങനെ ഒരു സാധന ചെയ്യാൻ തയ്യാറായതെന്ന ചെറുപ്പക്കാരനിപ്പോൾ പറയാൻ നോക്കില്ല. 50 വയസ്സായിട്ടായെന്ന് തോന്നുന്നു. 50ആയ ബിജോയ്സേ 50ആയോന്ന് ആകാൻ പോകുന്നയാള്. എന്തായാലും ശരി, ബിജോയ്സ് ഇത് ജീവിതത്തിലൊരു വലിയ ഒരു ജീവിതത്തിൻ്റെ തന്നെ ഒരു മിഷനായിട്ട് ജീവിതപ്രദമായിട്ട് എടുത്തിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ബിജോയ്സിൻ്റെ കണ്ടെത്തലുകളോടുകൂടി നമുക്ക് ഈ ഓരോ ശ്ലോകവും കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാം. ഇത് ഇപ്പം ഞാൻ പറഞ്ഞു തീർത്തില്ലല്ലോ. എന്താണ്? സസർജ സർവം സങ്കല്പ. സൃജ് എന്ന ധാതുവിൽ, അതിൽ നിന്നാണ് സൃഷ്ടി എന്നുള്ള വാക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് സസർജ. സർജനം ചെയ്യുക. സർജനം ചെയ്യാന്ന് വെച്ചാൽ ഇല്ലാത്തതിനെ ഉണ്ടാക്കുക എന്നല്ല അർത്ഥം. പിന്നെയോ ഉള്ളിലിരുന്ന സാധ്യതയെ വെളിയിലേക്ക് കൊണ്ടുവരിക. ആ സാധ്യത എവിടെയിരുന്നു? പരമേശ്വരനിലിരുന്നു. ആ പരമേശ്വരൻ എന്ത് ചെയ്തു? ഇല്ലാതിരുന്ന ലോകത്തെ സ്വന്തം, പിന്നെ അത് എവിടെ ഇരിക്കുകയായിരുന്നു? അത് പരമേശ്വരൻ്റെ സങ്കല്പത്തിലിരിക്കുകയായിരുന്നു. ആ സങ്കല്പത്തിൽ നിന്ന് സ്വന്തം സങ്കല്പം കൊണ്ട് തന്നെ അതിനെ വെളിയിലേക്ക് കൊണ്ടുവരും. അതാണ് സൃഷ്ടി എന്ന് വേദാന്തത്തിൽ പറയുന്നത്. അപ്പോൾ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചു നോക്കുക. വല്ലതും പുതിയതായിട്ട് സൃഷ്ടിച്ചോ? ഇല്ല. സങ്കല്പത്തിൽ പരമേശ്വരൻ്റെ ഉള്ളിൽ ഇരുന്ന് സങ്കല്പം പ്രകടമായി തീർന്നതിലുള്ളൂ. സങ്കല്പവും പരമേശ്വരൻ്റെ ഉള്ളിലിരിക്കുന്ന സങ്കല്പവും പരമേശ്വരനും രണ്ടാണോ? ആണോ? അപ്പോൾ വല്ലതും സൃഷ്ടിച്ചോ? സൂക്ഷ്മമായിട്ട് നോക്കിയാലും ഒന്നും സൃഷ്ടിച്ചില്ല. സങ്കല്പം പ്രകടമായി തീർന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴത്തേക്ക് അദ്വൈതം അല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. ഒരു സൃഷ്ടികഥയും പറയുന്നില്ല.
സസർജ സർവം സങ്കല്പമാത്രത്തിന്. പിന്നെ ആദ്യം പറഞ്ഞ സ്വപ്നപത്മന അല്ലേ, അത് ഞാൻ പറഞ്ഞില്ല. പിന്നെ സ്വപ്നത്തിൽ എന്ന പോലെയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. സ്വപ്നം വാസ്തവത്തിൽ ഉള്ളത് ഇല്ലാത്തത്. ആ സാധാരണ രീതിയിൽ നമുക്കറിയാവുന്നത് അതൊരു വെറും സ്വപ്നമാണ്, ഇല്ലാത്തതാണ് എന്നാണ്. അപ്പോൾ പ്രപഞ്ചവും അപ്പോൾ ഉള്ളത് ഇല്ലാത്തത് സ്വപ്നത്തിലെന്ന പോലെയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ സ്വപ്നം എവിടെ ഇരിക്കുന്നു? പരമേശ്വരൻ്റെ ഉറങ്ങുന്ന ആളിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. അതാരാ ഇവിടെ? പരമേശ്വരൻ. അപ്പോൾ പരമേശ്വരനിൽ നിന്ന് അന്യമായി ഇവിടെ ഒന്നും ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സൂക്ഷ്മമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ പ്രകടമായിട്ട് നോക്കിയാലോ, പരമേശ്വരൻ സൃഷ്ടിച്ചു, ആദ്യം ഇല്ലായിരുന്നു, പിന്നെ പരമേശ്വരൻ സ്വന്തം ഉള്ളിൽ നിന്ന് അതിനെ സൃഷ്ടിച്ചു എന്നൊക്കെ തോന്നും. സൂക്ഷ്മമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ പരമേശ്വരൻ്റെ ഒരു സങ്കല്പവും ആ സങ്കല്പം ഒന്ന് പ്രകടമായി തീർന്നു, അല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിച്ചില്ല. അപ്പോൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ എന്താ കാണുന്നു? എന്ത് കാണുന്നു? സൃഷ്ടികഥ പറയുന്നു എങ്കിലും അവിടെ സൃഷ്ടാവല്ലാതെ മറ്റൊന്നുമില്ല, അല്ലെങ്കിൽ ഏകമായ സത്യമല്ലാതെ അവിടെ മറ്റൊന്നും ഇല്ല. മണി എത്രേ? 1:30. അപ്പോൾ ഇനി വേണമെങ്കിൽ വിചാരിച്ചാൽ വിളിക്കാം അല്ലേ? വിചാരിച്ചേ